അപ്പോൾ ചുറ്റുപണികളെ നമ്മളിന്നലെ കണ്ട വീഡിയോ ചേസ് എടുത്തിട്ട് ബോഡി ഇടലാണ്. അപ്പോൾ നമ്മൾ ബസ്സിന് ബോഡി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു ഇന്ന്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ നമ്മൾ ബസ് എടുക്കാൻ പോവാണ്. ഇവിടെയാണ് നമ്മളെ വർക്ക്ഷോപ്പ് വരുന്നത്. ചുറ്റുമണികളെ അതാ കിടക്കുന്ന ഇതാ കിടക്കുന്ന നമ്മളെ ബസ്. കാണാൻ നല്ല രസമുണ്ടല്ലേ ചുറ്റുമണികളെ? സുഖമല്ലേ ചുറ്റുമണികൾക്ക് സുഖമല്ലേ? ഇപ്പം നമ്മൾ നെയിം ബോർഡും ലേറ്റൊന്നും വെച്ചിട്ടില്ല, അത് വെക്കണം. അതിപ്പോഴല്ല, അത് ഒരു സമയമുണ്ട്. അത് ഇവിടുന്ന് വെച്ച് തരത്തില്ല. ഇതേപോലത്തെ വേറൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ അവിടുന്ന് ഇപ്പോൾ ഈ നെയിം ബോർഡും ലേറ്റും അത് കഴിഞ്ഞ് വേറൊരു വർക്ക്ഷോപ്പിൽ നിന്ന് ലിവറൊക്കെ അങ്ങനെയൊക്കെയാണ് ഇടാൻ പറ്റുള്ളൂ. എന്നാൽ എല്ലാം ഒറ്റയടിക്ക് നടക്കുകയാണെങ്കിൽ നല്ല സുഖമായിരുന്നു. അപ്പം നമുക്ക് ഈ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോവാം. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോകാം. സെഡാസ്തരയുടെ ബോഡിയാണ് നമ്മൾ കയറ്റിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വണ്ടി വേഗം എടുത്തുകൊണ്ട് പോകണം. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കാനാ. ഇതിലിപ്പോൾ വേറെ അടുത്തൊരു വർഷപ്പം കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല എന്തോന്നുള്ളത്. ഇവിടെ അതൊരു 8 വർഷമൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ കയറി ഫുൾ ടാങ്ക് ആക്കണം. 22 ലിറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുൾ ടാങ്ക് വെക്കാണ്. ഇപ്പോൾ ഫുൾ ടാങ്ക് ആക്കാണ്. 2685 രൂപക്കാണ് ഫുൾ ടാങ്ക് ആക്കുന്നത്. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ലിറ്ററിന് 15 രൂപയായിട്ടാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്ന്. ചുറ്റുമണികളെ ഏതാണ് ലിവർ ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തരണം. ഞാനിപ്പം ബോഡി ഇട്ട സ്ഥിതിക്ക് ബസ്സിന് ശേഷന് ബോഡി ഇട്ട സ്ഥിതിക്ക് നമ്മളിപ്പോൾ അടുത്തായിട്ട് സെനോൻ്റെ ലിവറാണ് നമ്മൾ ഇടാൻ പോകുന്നത്. സെനോ എന്ന് പറഞ്ഞൊരു ബസ്സിൻ്റെ എൻ്റെ നാട്ടിലത്തെ അതിൻ്റെ ലിവറാണ് ഞാൻ ഇടാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബസ്സിൻ്റെ പേരുകൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിവർ നമ്മൾ ഓരോ ബസ് ഇടുന്നതായിരിക്കും. ഏതാണോ ബസ് വേണ്ടേ? Z1 ആണോ, BMR ആണോ, ZSTR ആണോ, അത് ഏത് വേണമെങ്കിൽ ഞാൻ എടുത്ത് തരും നിങ്ങൾക്ക്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കും. പറഞ്ഞാൽ മാത്രം കമൻറ്റ് ചെയ്യണം, എന്നാലേ കൊടുക്കുള്ളൂ. ഇപ്പോൾ നമുക്ക് അടുത്ത വർക്ക്ഷോപ്പിൽ എത്തിയിട്ട് കാണാം. കാരണം ഇപ്പോൾ നമുക്ക് കുറച്ച് ഓടാനുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് അടുത്ത വർക്ക്ഷോപ്പിൽ എത്തിയിട്ട് കാണാം. ഇപ്പം നേരെ അവിടെ ഇത് ഞാൻ കാണിച്ചു തരാം, മാപ്പ് കാണിച്ചു തരാം. ഈ കാണുന്ന വർക്ക്ഷോപ്പിലേക്കാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് വണ്ടി. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. പക്ഷേ ആയില്ലേലും ബിസ്മില്ല എന്തിനാണ് സിഗ്നലൊക്കെ നോക്കുന്നത്? ചുറ്റുമണികളെ പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ. ചുറ്റുമണികളെ
അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റുമണികളെ. ഇപ്പം ഇവിടെയാണ് നമ്മൾ വർക്ക്ഷോപ്പ് എത്തിയിട്ടുണ്ട്. നീ പോടെ കാറ് വരാ പോകുന്നില്ലേ? നീ മുമ്പോട്ടെ ആംബുലൻസാണുള്ളൂ, ഇത് നിർത്തി കളിക്കുന്നു. അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ആരുമില്ല അവിടെ. ഓ ഉച്ചയില്ല, ഭക്ഷണം വയ്ക്കുമ്പോഴായിരിക്കും. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി ബസ്സിൻ്റെ അടുത്ത് നമുക്ക് പാർക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ചുറ്റുമുണ്ട് ഭക്ഷണം കഴിച്ച് വന്നിട്ടുണ്ട് അവർ. ഇപ്പം തന്നെ സമയം ഏകദേശം ഒരു വൈകുന്നേര സമയമായിട്ടുണ്ട്. അതെന്തുവാടേ കാണിച്ചത്? ട്രെയിനിൻ്റെ ഇടയിലായതോ? ഇപ്പം നമുക്ക് ആളിപ്പോൾ വരുന്ന വിളിച്ച് പറഞ്ഞിരുന്നു, നമ്മൾ വണ്ടി അവർക്ക് പൊക്കോളാൻ പറഞ്ഞു. അപ്പം നമ്മളങ്ങനെ ചെയ്യാണ്, വണ്ടി ഇവിടെ കയറ്റിയിട്ട് നമ്മൾ പോവാണ്. ഇപ്പം നമുക്കിനി ഡേറ്റ് കാര്യങ്ങളൊക്കെ വെക്കണം. നീ പോകുമ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കണം. അതാണുള്ള അടുത്ത പണി എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ വണ്ടി നേരെ പാർക്ക് ചെയ്ത് വെക്കുകയാണ്. ഇപ്പം നേരെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നേരെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് പോവാണ്, വണ്ടിയോടെ നിർത്തിട്ടിട്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് പോവാം. വണ്ടി റെഡിയായി കഴിഞ്ഞാൽ വിളിക്കുന്നാണ് പറഞ്ഞത്. വിളിക്കുമായിരിക്കും. 2 ദിവസം കൊണ്ടോ അല്ല ഒരു ദിവസം കൊണ്ടോ തീർക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പരിപാടികൾ. ബേക്കറി കറണ്ട എണ്ണക്കടിയായിരിക്കും വിറ്റം മൊത്തം. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ വരിക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ നിന്ന് പോയി വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റുമ്പോഴേക്കും വണ്ടി റെഡി ആയിരിക്കും. നമുക്കറിയില്ല എന്താണെന്ന് നോക്കണം. നമ്മളിവിടെ നിന്ന് ടാക്സി വിളിച്ച് പോട്ടെ ചുറ്റുമണികളെ. ബൈ ബൈ ചുറ്റുമണികളെ. ഇനി നമുക്ക് നാളെ കാണാം.